ഞാൻ വെജിറ്റബിൾ സ്റ്റഫ് ചപ്പാത്തി ആയതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ കട്ട് ചെയ്ത് എല്ലാം കൂടി വെച്ചിരുന്നതാണിത്. കോളിഫ്ലവർ, ക്യാരറ്റ്, ബീൻസ്, നമ്മളുടെ ഗ്രീൻ പീസ്, എല്ലാ സാധനവും ഉണ്ട് അതിനകത്ത്. വെജിറ്റബിൾ എല്ലാം ടോട്ടലായിട്ടുള്ളത്. പിന്നെ ചീസ്, പിന്നെ വേണ്ടുന്നത് മയോണീസ് സോസ്, അത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടിയത്. ഒരു 2 സ്പൂൺ എണ്ണ വേണ്ടി വരും. അത് ഒരു കട്ടിയുള്ള പാത്രത്തിനകത്തോട്ട് നമ്മൾ ഈ സാധനം ഇട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ബോയിൽ ചെയ്ത് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തിഞ്ഞെടുക്കുക. അപ്പോൾ അതൊന്ന് വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തിക്കകത്ത് വെച്ചാൽ ഒലിക്കത്തില്ല. അതുകൊണ്ട് ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോണത് ചീഞ്ചട്ടിക്കകത്തോട്ട് ഈ വെജിറ്റബിൾ 2 സ്പൂൺ എണ്ണ ഒഴിച്ച് വെജിറ്റബിളെല്ലാം ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഞാൻ വരാം. ഒരു കട്ടിയുള്ള പാത്രം അടുപ്പേ വെക്കുക. അതിനകത്ത് 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യാറുള്ളത് പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അതൊന്ന് ഫ്രൈ ആയി കഴിയുന്ന ഉടനെ നമ്മളതിലേക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് വെജിറ്റബിൾ മാത്രമൊന്നുമില്ല, നിങ്ങൾക്ക് നോൺ വെജ് വേണമെങ്കിൽ, ഞാനിപ്പോൾ വെജിറ്റബിൾ സ്റ്റഫ് പൊറോട്ട ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രം, വെജിറ്റബിൾ സ്റ്റഫ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രം വെജിറ്റബിൾ ഇടുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം, എഗ്ഗ് വേണമെങ്കിൽ എഗ്ഗ് ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ ആ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാം കൂടെ അതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ച് നല്ലവണ്ണം ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് അതിൻ്റെ പച്ചയെല്ലാം ഒന്ന് മാറി കിട്ടും നമുക്ക്. പിന്നെ നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, വെജിറ്റബിളിനകത്ത് വെള്ളം വറ്റിയിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ അതിലേക്ക് ശകലം ടൊമാറ്റോ കെച്ചപ്പ് ഒരു 2 സ്പൂൺ, കുറച്ച് വെജിറ്റബിളിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അധികം പുളിപ്പ് തോന്നാത്ത തരത്തിൽ തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന ഉടനെ എല്ലാത്തിലും ഒരുപോലെ വരികയില്ല. ഇതാകുമ്പോൾ നമ്മളൊന്ന് ഇളക്കി പിടിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരുപോലെ വരും. വേറെ മസാലകളുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾക്ക് ഇത് ചപ്പാത്തിക്കകത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്നത് ശകലം കുരുമുളക് പൊടിയും കൂടെ എരിവിന് ഇട്ട് കൊടുക്കുക. വേറെ ഇതൊന്ന് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തി വരുത്തി വരാം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റഫ്ഡ് ചപ്പാത്തിയാണ്. അതായത് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത് ആട്ട വേണം, പിന്നെ ഈസ്റ്റ് വേണം, ശകല ഈസ്റ്റ് വേണം. ഡ്രൈ ഈസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ കൂടാതെ ഇത്തിരി ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്തിരിയല്ല ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അതിന് വേണ്ടുന്ന ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ആഡപ്പ് ചെയ്യുന്ന ഈ ഈസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈസ്റ്റിൻ്റെ ഒരു 1/4 സ്പൂൺ ഈസ്റ്റും കൂടെ അതിനകത്ത് ഇടും. ഓക്കെ, അത്രയും ശരിയാക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മളത് കുഴച്ച് മാവ് അടച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെജിറ്റബിൾ അതിൻ്റെ ശരിയാക്കി മസാല തയ്യാറാക്കി എടുക്കാം. നമ്മൾ കുഴച്ച് വെച്ച മാവ് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അതിനി സാധാരണ ചപ്പാത്തി പരത്തുന്നതിനേക്കാൾ ശകലം കൂടെ കനത്തിൽ, അങ്ങനെ ഇപ്പോൾ ഈ 2 എണ്ണം ഒരു വെജിറ്റബിൾ സ്റ്റഫ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 ചപ്പാത്തി വേണം. അങ്ങനെ നമ്മൾ ഒരു പരത്തിയെടുക്കുക. ശകലം കൂടെ കനം, സാധാരണ ചപ്പാത്തിയേക്കാൾ ശകലം കൂടെ കനം വേണം. അപ്പോൾ അതനുസരിച്ച് കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ പരത്തിയെടുക്കുക. ഞാനിവിടെ 6 ചപ്പാത്തിയാണ് പരത്തിയെടുത്തേക്കുന്നത്. അതായത് ഒരു ചപ്പാത്തിയുടെ സ്റ്റഫ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 എണ്ണം വേണം. ഒന്നിൻ്റെ മേളിൽ നമ്മൾ വെജിറ്റബിൾ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ചീസ്, അതിൻ്റെ മേളിൽ ടൊമാറ്റോ കെച്ചപ്പ് അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ മേളിൽ കുറച്ച് മയോണീസ് ഇട്ടിട്ട്, നമ്മൾ മയോണീസ് അവസാനമാണ് ചേർക്കുന്നത്. എന്നാലും അത് ആദ്യം ഒന്ന് ചപ്പാത്തി ചുട്ടതിന് ശേഷം, അതായത് അടുപ്പിൽ വെച്ച് 2 വശവും ബോയിൽ ചെയ്തതിന് ശേഷം വേണം നമ്മൾ അതിനകത്തേക്ക് സ്റ്റഫ് ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം നമുക്കിത് ഒരു ഒരു ഫ്രൈ പാനിനകത്തോട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഓക്കെ, ചപ്പാത്തിയെല്ലാം സാധാരണ നമ്മൾ തവ ചൂടായി കഴിയുന്നതിന് സാധാ ചപ്പാത്തി ഇടുന്ന പോലെ തന്നെ പതുക്കെ ചുട്ടെടുക്കുക. അധികം അങ്ങ് വെന്ത് പോകരുത്. എന്താണെന്ന് വെച്ചാൽ മൂത്ത് പോകരുത്. എന്താ വെച്ചാൽ അതിനൊരു ഭംഗി കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തവ ചൂടായി കഴിയുമ്പോൾ തവയിലിടുക. ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ ആ വശം തിരിച്ചിട്ട് 2 വശവും നല്ലോണം മൂപ്പിച്ചെടുക്കും. മൂപ്പിച്ചെന്ന് പറഞ്ഞാൽ കറുത്ത പാട് വരരുത്, അല്ലാത്ത തരത്തിൽ മൂപ്പിച്ചെടുക്കുക. ഓക്കെ, ഞാൻ 6 എണ്ണം മൂപ്പിച്ച് വെച്ച് സ്റ്റഫ് ചെയ്യാറാകുമ്പോൾ വരാം.
ഇതാണ് നമ്മൾ സ്റ്റഫ് ചെയ്യാൻ തയ്യാറാക്കിയേക്കുന്ന ചപ്പാത്തി. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെജിറ്റബിൾ സ്പ്രെഡ് ചെയ്യണം, ചീസ് ഇടണം, പിന്നെ വേണമെന്നവർക്ക് ചിക്കൻ പീസ് ഇടാം, ചിക്കൻ ഗ്രേറ്റ് ചെയ്ത് അതിടാം, പിന്നെ അല്ലെങ്കിൽ എഗ്ഗ് വേണമെങ്കിൽ സ്ക്രിബിൾ ചെയ്ത് അതിടാം, എന്ത് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഉണ്ടാക്കുന്നുണ്ട്, ഞാനതൊന്നും ഇടുന്നില്ല. ഞാനിടുന്നത് ചപ്പാത്തിയുടെ മുകളിലേക്ക് നമ്മൾ സ്റ്റഫ് ഇത് ചെയ്ത് വെച്ചേക്കുന്ന, അതായത് വേവിച്ച് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ചീസ്. ഇത് ചീസിൻ്റെ ക്യൂബ്സാണ്, ചെറിയ ചെറിയ ക്യൂബ്സാണ് ഞാൻ വാങ്ങിച്ചത്. അത് കാരണം ചീസ് ക്യൂബ്സാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അല്ലെങ്കിൽ വലിയ മോസറ ചീസോ ഏത് വേണേലും നമുക്ക് ഇടാം. അപ്പോൾ ഈ ചീസ് ഇത് തമ്മിലങ്ങ് ഒട്ടിപ്പിടിപ്പിച്ചോളും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഓവനകത്ത് വെച്ചാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ എപ്പോഴും ഓവൻ ഓടിപ്പോയി എടുക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എടുത്തത്. ഇതിനകത്ത് ഇടേണ്ടത് ഒരു ശകലം കുരുമുളക് പൊടി, നമ്മൾ ഒരു എരിവിന് നമ്മൾ വേറെ ഒന്നും നമ്മൾ ഇട്ടില്ല, പച്ചമുളകൊന്നും ഉപയോഗിച്ചിട്ടില്ല. അത് കാരണം നമ്മളൊരു ശകലം കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്ത് ഇടണം, ഇല്ലെങ്കിൽ അത് എരിവ് കിട്ടത്തില്ലല്ലോ. മറ്റേ വെജിറ്റബിളിനകത്ത് നമ്മൾ ഉപ്പൊക്കെ ഇട്ടതായതുകൊണ്ട് ഉപ്പുണ്ട്. ഇതിനകത്ത് വെജിറ്റബിളിനകത്ത് നമ്മൾ ഉപ്പിട്ടതായതുകൊണ്ട് അതിൻ്റെ വെജിറ്റബിളിനകത്ത് ഉപ്പുണ്ട്. പിന്നെ ചപ്പാത്തിക്കകത്ത് ഉപ്പിട്ടാണ് നമ്മൾ കുഴച്ചത്, അതുകൊണ്ട് ചപ്പാത്തിയുടെ പൊടിക്കകത്ത് ഉപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇടേണ്ടത് ഇതാണ്, ഒരു എരിവിനും മാത്രം കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ മേളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇത് മയോണീസ് ഇത് ചൂടായി കഴിയുമ്പോൾ മയോണീസ് ഒഴിച്ച് അടുത്ത ചപ്പാത്തി വെച്ചങ്ങ് മടക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ തവ ചൂടാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഈ ചപ്പാത്തി എടുത്ത് വെക്കുകയാണ്. നമ്മളിങ്ങനെ ചപ്പാത്തി അതിലേക്ക് വെച്ച് കൊടുത്തു, തവയിലേക്ക് തന്നെ വെച്ച് കൊടുത്തു. അധികം കരിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ചട്ടുകം തൊട്ട് താഴെ വെച്ചേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ അടിവശം ചീസ് കരിയുമ്പോഴത്തേക്ക് ഉരുകുമ്പോഴത്തേക്ക് അങ്ങ് കരിഞ്ഞു പോകും. ഇതൊന്ന് നമ്മളങ്ങോട്ടൊരു ഇത് വെക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുന്ന ഉടനെ അതിൽ ചായല മയോണീസ് ആഡ് ചെയ്യുക. എന്നിട്ട് അങ്ങ് അടുത്ത് ഇത് നമ്മൾ ചപ്പാത്തി വെക്കുക, ഇനി മാറ്റുക. ഓക്കെ, ഇതാണ് നമ്മൾ തയ്യാറായ സ്റ്റഫ്ഡ് വെജിറ്റബിൾ ചപ്പാത്തി. ഇനി ഇതിനെ നമ്മൾ നേരെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് മയോണീസ് കൂട്ടി കഴിക്കാം. ഞാൻ അകത്തേക്ക് മയോണീസ് ഒഴിച്ചില്ല, കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അതുകൊണ്ട് പുറത്ത് തന്നെ അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഓക്കെ, മയോണീസാണ് നല്ല ഡിപ്പർ ഇതിൻ്റെ. ഓക്കെ, അപ്പം ഇത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ്സ് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.